വർഷക്കാലം ഒരു വാഹന വിപണിയിൽ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ പോലും ഇത്രയും നാളും നീണ്ടു നിൽക്കാറില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു വാഹനം 58 വർഷവും 9 ജനറേഷനും കഴിഞ്ഞ് സ്റ്റിൽ ഇപ്പോഴും ഹെൽത്തി ആയിട്ട് റൺ ചെയ്യുന്നു എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ആ ഒരു വാഹനത്തിന് ഒറ്റ പേരെയുള്ള വാഹന വിപണിയിൽ ടൊയോട്ട ഹൈലക്സ്. $32 ലക്ഷം രൂപയ്ക്കാണ് ടൊയോട്ട ഹൈലക്സിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 4x2-ലും 4x4-ലും ഈ ഒരു കറണ്ട് വേർഷൻ നമുക്ക് ലഭിക്കും. ഡിസൈനിലേക്ക് ഒരു സമയത്ത് കാര്യമായിട്ടുള്ളൊരു അഴിച്ചുപണികൾ നടത്തിയിട്ടാണ് ഈ ഒരു വാഹനത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷനുമായിട്ട് യാതൊരുവിധ ബന്ധം നമുക്ക് തോന്നാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ കുറച്ചുകൂടി ഒരു ബോൾഡായിട്ടുള്ള മസ്കുലർ അല്ലെങ്കിൽ ഒരു മാച്ചോ ലുക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഡിസൈന് സാധിക്കുന്നുണ്ട്. വലിയൊരു ഗ്രില്ലാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഹണികോം പാറ്റേണുള്ള ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ ഒരു ലെറ്ററിംഗ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ലോഗോ കൊടുത്തിട്ടില്ല. 360 പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. അത് ഈ ഒരു ഇത്രയും സൈസുള്ള ഒരു വാഹനത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയൊരു LED ട്രീറ്റ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെയും ഒരു ബ്ലാക്ക് എലമെൻറ്റിലുള്ള യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫോഗ് ലാമ്പല്ല, ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇവിടെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബോണസിലേക്ക് വരുവാണെങ്കിൽ ഒരു മസ്കുലാരിറ്റി ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഏരിയയാണ് ഏറ്റവും പുതിയ ഹൈലക്സിന് ടൊയോട്ട നൽകിയിരിക്കുന്നത്. 5 മീറ്ററിൽ മുകളിൽ നീളമുള്ള ഒരു വാഹനമാണ്. 211 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് 17 ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പുതിയൊരു അലോയ് വീൽ ട്രീറ്റ്മെൻറ്റ് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ബ്ലാക്ക് എലമെൻസിനുള്ള ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈലക്സിൻ്റെ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. 360 പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോറുകളിൽ റിക്കോ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബൈക്കിലേക്ക് ഒരു സമയത്ത് ഹൈലക്സിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഹാൻഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പില്ലർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് പുതിയൊരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഇവിടെ സൈഡിൽ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റഫ്സോ തിങ്സോ ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ റീഡിസൈൻ ചെയ്തിട്ടുള്ള പുതിയൊരു LED ടെയിൽ ലാമിനേറ്റ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു LED പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ടൊയോട്ടയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഈ ഒരു ഡോറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെയും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സ്റ്റെപ്പിൽ ആണ് കൊടുത്തിരിക്കുന്നത്. സോ വിച്ച് മീൻസ് കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് ഈ ഒരു എൻ്റെ പാനൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡോർ പാഡിൽ ഹൈലക്സിൻ്റെ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പേലോഡ് കപ്പാസിറ്റി റിമെയിൻസ് സെയിം തന്നെയാണ് പ്രീവിയസ് വേർഷനിൽ. യാതൊരുവിധ ചേഞ്ചസും കൊണ്ടുവന്നിട്ടില്ല. ഇത്രയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും എഞ്ചിനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. പ്രീവിയസ് ജനറേഷനിൽ ലഭിച്ചിരുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെ 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 204 bhp പവറും 500 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇന്റീരിയറിലാണ്. ഇതുവരെ കാണാത്ത ടൊയോട്ട വാഹനം പോലെയാണ് ഹൈലക്സിൽ ഈ ഒരു വേർഷനിലേക്ക് വരുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഹൈലക്സ് എന്ന് പറഞ്ഞാൽ ഹൈ ലക്ഷറി എന്നാണ്. സോ അതിന് ഇപ്പോഴാണ് അതിൻ്റെ മീനിങ് കറക്റ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. 360 പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇങ്ങനെയുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ സീറ്റ്സിനെ പറ്റി സംസാരിക്കാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ്, മാനുവലാണ് ചെയ്യേണ്ടത്. വെന്റിലേഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫാബ്രിക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിനിവിടെ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് കപ്പ് ഹോൾഡേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗിലേക്ക് വരാം. ഇത് നമ്മൾ ലാൻഡ് ക്രൂയിസറിൽ കണ്ടുള്ള ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൽ ടൊയോട്ടയുടെ ലോഗോ മാറ്റിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ആ ഒരു ടൊയോട്ടയുടെ ഒരു ബാഡ്ജിങ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. 3 സ്പോക്കിൽ മൾട്ടിമീഡിയ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണുന്നുണ്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ആൻഡ് ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ തരുന്ന ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. 360 പാർക്കിംഗ് ക്യാമറ പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയി കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിച്ച് മീൻസ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയി എന്ന് വേണം ഈ ഒരു ചേഞ്ചസിലൂടെ മനസ്സിലാക്കാനായിട്ട്. ആൻഡ് AC കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു തിക്കറായിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരു കൺട്രോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. മാനുവൽ കൺട്രോൾസ് ആണ്. ഓട്ടോ AC സ്റ്റിൽ ഇപ്പോഴും മിസ്സിംഗ് ആണ് ഹൈലക്സിൽ. ആൻഡ് ട്രാക്ഷൻ കൺട്രോൾസിന്റെ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. ഹിൽ ഡിസൈൻ കൺട്രോൾ വരുന്നുണ്ട്. ഡിഫറൻഷ്യൽ ലോക്സ് വരുന്നുണ്ട്. ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. വിച്ച് മീൻസ് മഡ്, സാൻഡ്, റോക്ക്, ഓട്ടോ ഇങ്ങനെയുള്ള 4 ഡിഫറെൻറ്റ് ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. എക്കോ, സ്പോട്ട് ആൻഡ് സിറ്റി. സോ 3 ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്. ആൻഡ് 2 വീൽ ഹൈ, 4 വീൽ ഹൈ, 4 വീൽ ലോ ഇങ്ങനെയുള്ളതിൻ്റെ ആ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. 4x2-ലും 4x4-ലും ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. ആൻഡ് 4x2-ലിട്ടിട്ടും 4x4-ലിട്ടിട്ടും ഓഫ് റോഡ് കോഴ്സ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ. സോ വിച്ച് മീൻസ് ട്രാക്ഷൻ ലോസ് എങ്ങനെയാണ് വരുന്നത്, ട്രാക്ഷൻ ലോസ് വരുമ്പോൾ 4x4 എങ്ങനെയാണ്, ഡിഫറൻഷ്യൽ ലോസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു ഹോൾഡർ സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. ഇത് ലോക്കബിൾ ആണ്. കൂടാതെ ഈ ഒരു ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്.
അത് എസിഡ് സർക്കുലേഷനോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാനോ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കൂളിംഗ് എഫക്റ്റോട് കൂടിയിട്ട് അത് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. സൺറൂഫ് വരുന്നില്ല, സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് ആൻഡ് LED റീഡിംഗ് ലാംപ്സ് ആണ് വരുന്നത്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ORVM ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓവറോൾ വാഹനത്തിനുള്ളിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്യാബിൻ എക്സ്പീരിയൻസ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഡോർ പാർട്സിൽ കൊടുത്തിരിക്കുന്നത് ലെതർ എലമെൻറ്റ്സ് ആണ്. അത് നല്ലൊരു കാര്യമാണ്. ബിക്കോസ് ഈ ഒരു വാഹനത്തിൻ്റെ പർപ്പസ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെളിയായിട്ടുള്ള സ്ഥലത്തെല്ലാം തന്നെ ഒരു ലെതർ എലമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് 6 എയർ ബാഗ്സ് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ മൊത്തത്തിൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. ആൻഡ് 4 വിൻഡോയ്ക്കും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 പേർക്ക് വളരെ കംഫർട്ടബിളി ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നടുവിൽ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സെൻട്രലിൽ നമുക്കൊരു റീഡിംഗ് ലാമ്പ് കാണാനായിട്ട് സാധിക്കും. ഹാലജൻ ബൾബിലാണ് കൊടുത്തിട്ടുള്ളത്. സീറ്റ്സിലേക്ക് വരുവാണെങ്കിൽ കംഫർട്ട് ആഡ്യൂക്കേറ്റ് ആണ്. ഈ ഒരു പിക്കപ്പ് ട്രക്കിന്റെ റിയർ സീറ്റിൽ എങ്ങനെ കംഫർട്ട് നോർമലി കൊടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു അണ്ടർത്തെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലെഗ് റൂം ഉണ്ട്, നല്ല ഹെഡ് റൂമും വരുന്നുണ്ട്. ബാക്കിലേക്ക് AC വെൻസ് വരുന്നില്ല. Type C ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. ആൻഡ് സീറ്റുകളിൽ ഹുക്ക് വരുന്നുണ്ട്. കുറച്ച് എന്തെങ്കിലുമൊക്കെ ലഗേജസ് ഒക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സീറ്റിൻ്റെ പൊസിഷൻ പ്രീവിയസ് വേർഷനിലും കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കിയിട്ടുണ്ട്. സോ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു റിയർ സീറ്റ് അല്ല, ബട്ട് എങ്കിലും ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സെക്കൻഡ് റോ ആണ് ഹൈലക്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും കണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിലെ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പ്ലാറ്റ്ഫോം സെയിം ആണ്, എഞ്ചിൻ സ്പെക്ക് സെയിം ആണ്, റിമെയിൻസ് സെയിം ആണ്, യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. 2.8 ലിറ്റർ പഴയ എഞ്ചിൻ തന്നെയാണ് ലഭിക്കുന്നത്. GDA എഞ്ചിൻ വിച്ച് പ്രൊഡ്യൂസ് അറൌണ്ട് 204 BHP പവറും 500 Nm ഓഫ് ടോർക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാ ഒരു നോർമൽ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. അതായത് IMB എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്നോവേറ്റീവ് ഇന്റർനാഷണൽ മൾട്ടി പർപ്പസ് വെഹിക്കിൾ പ്ലാറ്റ്ഫോം എന്നാണ് അതിനെ ടൊയോട്ട വിളിക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഫോർച്യൂണറും ഇന്നോവ പോലുള്ള MPVയും നമുക്ക് ലഭിച്ചത്. ആൻഡ് കൂടാതെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് FJ ക്രൂയിസർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ടൊയോട്ട മേക്ക് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇതൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ് IMB എന്ന് പറയുന്നത്. അതിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് കുറച്ച് ഡിഫറൻ്റ് ആണ്. ബിക്കോസ് പുതിയൊരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ലാൻഡ് ക്രൂയിസറിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ കാണാനായിട്ട് സാധിക്കും. 3 സ്പോക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിന് കുറച്ചൊരു ഒരു ഡ്രൈവബിലിറ്റി ഉള്ള കുറച്ചൊരു ഒരു ഫീഡ്ബാക്ക് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലായിട്ട് തോന്നുന്നുണ്ട്. സീറ്റുകൾ മാനുവലി ആണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഫാബ്രിക് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന്റെ പർപ്പസ് മൾട്ടി യൂട്ടിലിറ്റി പർപ്പസ് ആണല്ലോ ഈ ഒരു വാഹനത്തിന്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളൊരു ഓഫ് റോഡൊക്കെ പോയി കഴിഞ്ഞ് അല്ലെങ്കിൽ നനഞ്ഞിട്ടൊക്കെ വാഹനത്തിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഈ ഒരു സീറ്റ്സ് നനയാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ വിച്ച് മീൻസ് ഈ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ സീറ്റിലും കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു പർപ്പസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ സീറ്റ് ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 3 വേരിയൻസിലാണ് വാഹനം ലഭിക്കുന്നത്. 4x2 4x4 ലഭിക്കുന്നുണ്ട്. അതിലും GX തന്നെ 4x2 ഉണ്ട്, 4x4 ഉണ്ട്, കൂടാതെ VX ടോപ്പിൻ്റെ വേരിയൻറ്റ്. സോ അങ്ങനെ 3 വേരിയൻസിലാണ് ലഭിക്കുന്നത്. ആൻഡ് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് 31.99, അതായത് 32 lakhs ആണ് 4x2ൻ്റെ വില. സോ അതൊരു 40 lakhsലേക്ക് പോകും 4x4 വരുന്ന സമയത്ത്. പക്ഷേ എത്ര പേര് ഹൈലക്സ് എടുക്കുന്നോ, ഹൈലക്സ് ഓണേഴ്സ് എത്ര പേര് അത് 4x2 എടുക്കും എന്നുള്ളത് സ്റ്റിൽ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ടൊയോട്ട അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു അലോയ് വീൽ പാറ്റേണും പുതിയൊരു ടയർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് എങ്കിലും റൈഡ് കുറച്ചുകൂടെ സ്റ്റിഫറാണ്, കുറച്ചുകൂടെ ബംബിനെസ് തോന്നുന്നുണ്ട് പ്രീവിയസ് വെർഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു വാഹനമാണ്. എന്ത് വേണമെങ്കിലും ഈ വാഹനത്തിൽ കാണിക്കാം. അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. എത്ര മോശം റോഡിൽ കൂടെ പോകാം, എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം, ഒരു പ്രശ്നവും ഇല്ല. സ്റ്റിൽ റിലയബിൾ ആണ്. അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതുകൊണ്ട് ഓഫ് റോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഓഫ് റോഡ് ഈ ഒരു വാഹനത്തിന്റെ 20% കപ്പാസിറ്റി പോലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ബട്ട് എങ്കിലും അതിൻ്റെ ഒരു ഓഫ് റോഡ് കോഴ്സാണ് ഈ ഒരു വാഹനം എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇതിൻ്റെ ട്രാക്ഷൻ, ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓഫ്-റോഡ് മോഡ്സ് ഉണ്ട്. 2 wheel high, 4 wheel high and 4 wheel low. സോ റൈറ്റ് നൗ ആക്ച്വൽ ടെസ്റ്റർ എന്നുള്ള ഒരു കോഴ്സാണ് ഇപ്പോൾ നമ്മൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ 4x4 ഇടുന്നില്ല, 2 wheel high-ലാണ് ഇപ്പോൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വീൽസിൽ ട്രാക്ഷൻ ലോസ് ആവുന്നതിൻ്റെ ഒരു ടൈമിങ്ങും, ആൻഡ് അവിടെ നമ്മൾ 4 high-ലേക്ക് സ്വിച്ച് ചെയ്തിട്ട് വാഹനം ഓബ്സ്റ്റക്കിൾ ടാക്കിൾ ചെയ്യും. സോ ലെറ്റ്സ് ഗോ. യെസ്, നൗ ട്രാക്ഷൻ കിട്ടുന്നില്ല ബിക്കോസ് 2 high-ലാണ് നമ്മളുള്ളത്. സോ മൂവ് ആവുന്നില്ല, ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്, മൂവ് ആവുന്നില്ല. സോ വാട്ട് വിൽ ഡു ഈസ് പുട്ടിങ് ഇൻ ടു ന്യൂട്രൽ ആൻഡ് 4 wheel high എൻഗേജ് ചെയ്തു. സോ ഓക്കെ, സോ ഇപ്പോൾ 4 high-ലാണ് ആൻഡ് ഡൺ. സോ
അതാണ് ഒരു ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് 2 വീൽ ഹൈ അല്ലെങ്കിൽ 4 വീൽ ഹൈയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം. സോ അതായത് ഡിഫറൻസ് ഇൻ ദ ട്രാക്ഷൻ. ഇതൊരു സൈഡ് ഇൻക്ലൈൻ ആണ്. അഗെയിൻ 4 ഹൈയിലാണ്. സോ ഇനി ആർട്ടിക്കുലേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെയും സോ അഗെയിൻ നമ്മൾ 2 ഹൈയിലേക്ക് ഇടുകയാണ്. നോ ട്രാക്ഷൻ ഓൺ ദ വീൽസ്, little bit. Yeah. ടൂ വീൽ ഹൈയിലായതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡിഫിക്കൽട്ട് ഫേസ് ചെയ്യുന്നത്. യാ നോ ഐ തിങ്ക് ബിക്കോസ് വാഹനം കുറച്ചുകൂടി എഫേർട്ട് ഇടുന്നുണ്ട് ഇത് ടാക്കിൾ ചെയ്യാനായിട്ട്. നമ്മളിത് 4 ഹൈയിലേക്ക് ഇടുകയാണെങ്കിൽ ഈസിലി അത് വളരെ പീസ് ഓഫ് കേക്ക് പോലെ ലൈക്ക് അത് ടാക്കിൾ ചെയ്യും. സോ അഗെയിൻ 2 ഹൈയിലാണ്. ട്രാക്ഷൻ ലോസ് വാഹനം നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഡൺ. സോ ഇൻസ്ട്രക്ടർ പറഞ്ഞു നമ്മൾ 2 ഹൈയിലിട്ടിട്ട് ടാക്കിൾ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. സോ ഇതൊരു റംബിൾ സ്ട്രിപ്പാണ്. ബേസിക്കലി ഇതിൻ്റെ സസ്പെൻഷൻ എങ്ങനെയുണ്ടെന്ന് ഈസിലി യാ 500 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്ക് ഉണ്ട്. എന്നിട്ടും സം പോയിന്റിൽ വി ആർ സ്ട്രഗ്ലിംഗ്. ആൻഡ് അനദർ ഈസ് നെഗറ്റീവ് ഇൻക്ലൈൻ ആണ്. So here also we are in too high. Full metal with the proper traction. Yes. ഈ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് ഹൈലക്സ് 4x2 മതി. നോട്ട് റിക്വയർഡ് 4x4, റൈറ്റ്? യെസ് യെസ്. അഗെയിൻ ട്രാക്ഷൻ ലോസ് കാണിക്കുന്നുണ്ട്. 2 വീൽ ഹൈയിലാണ് നമ്മൾ. So a lot of acceleration, wheel spin. Yes. Thanks to this 360-degree camera. Yes. A lot of jerks are going on. This is where we damage the track. Yes. So ഇവിടെയാണ് 4x2 versus 4x4 ഡിഫറൻസ്. സോ ഇനി സീസോ ആണ്. സോ അഗെയിൻ 2 wheel high? No. So we'll put in neuter. സീസോ നമുക്ക് 4 wheel ലോയിലേ പറ്റുള്ളൂ. സോ യെസ്. ക്യാമറ പോലും തിരിഞ്ഞു പോയി. ക്യാമറ ഇസ് നോട്ട് മെയ്ഡ് ബൈ ടൊയോട്ട. ക്യാമറ പോലും തിരിഞ്ഞു പോയി ബിക്കോസ് അത്രയധികം ഇമ്പാക്ട് ഉണ്ടായി. ബിക്കോസ് സീസോ ആണ് നമ്മൾ പണ്ട് പാർക്സിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സീസോയുടെ തന്നെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മൾ ഹൈലക്സ് വെച്ച് ടാക്കിൾ ചെയ്തത്. കൂടാതെ മൾട്ടി ടെറൈൻ മോഡ്സും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. വിച്ച് മീൻസ് നമുക്ക് റോക്ക്, മഡ്, സാൻഡ്, ഓട്ടോ ഇങ്ങനെ 4 മോഡ്സ് ആണ് വരുന്നത്. സോ നമ്മളിപ്പോൾ ഒരു റോക്ക് ബെഡ് ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. സോറി, വാട്ടർ വെയ്ഡിങ് ആണ്. അഗെയിൻ വി ആർ പുട്ടിങ് ഇൻ ടു മഡ്. 4 വീൽ ലോയിലാണ്. ആക്ച്വലി ഇത് 20% ഓഫ് കപ്പാസിറ്റി നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ഹൈലക്സിൻ്റെ ജയൻറ്റ് സ്വിംഗ് ആണ്. വിച്ച് മീൻസ് ഏതെങ്കിലും ഒരു വീല് എയറിലാവും. സോ ഡിഫറൻഷ്യൽ ലോക്സ് ഓൺ ചെയ്തിട്ടുണ്ട്. 4 വീൽ ലോ ആണ്. അഗെയിൻ കൻ പുട്ട് ഇൻ റോക്ക്. ടെറൈൻ സെലക്ട് റോക്കിലാണ് ഇട്ടിരിക്കുന്നത്. Towards my side. Okay. Yeah. Done.
here we go. Just keep going. Straight. Keep going. Keep it straight. Yes. നമ്മളിപ്പോൾ ഹിൽ ഡിസെൻഡ് ആണ്. Yes. So we are engaging hill descent and downhill assist. So then ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. സോ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. വാഹനം തന്നെയാണ് ഇത് ഫുള്ള് ആ ഒരു ഹിൽ ഡിസെൻറ്റ്. 70 degree. യെസ് 70 degree. യെസ് ഡൺ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഫൈനലി ടൊയോട്ട ഹൈലക്സിനും ഒരു ഫേസ് ലിഫ്റ്റ്, ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുകയാണ് ടൊയോട്ട. വെൽക്കം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. 58 വർഷം വാഹന വിപണിയിൽ അടക്കി ഭരിച്ചൊരു വാഹനം ഇപ്പോഴും അതിൻ്റെ ഒരു ജൈത്രയാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ റിലേഷൻഷിപ്പുകളോ അല്ലെങ്കിൽ വിവാഹ ജീവിതമോ 58 വർഷമൊക്കെ കാണാൻ കഴിയുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസിൻ്റെ അത്രയും സർവേ ചെയ്യുന്നൊരു വാഹനമാണ് ടൊയോട്ട ഹൈലക്സ്. ഇന്നിപ്പോൾ 4x2-ലും 4x4-ലും ഇന്ത്യൻ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. എന്താണ് ടൊയോട്ട ഹൈലക്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്?